ശ്രീമതി മാല പാർവതി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. സിനിമയിലെ മാറ്റത്തിന്റെ തുടക്കം നമ്മൾ പ്രതീക്ഷിച്ചു. ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഒരുപാട് തലകൾ ഉരുണ്ടുകഴിഞ്ഞു. ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും സ്ഥാനം നഷ്ടപ്പെട്ടതുമൊക്കെ നമ്മൾ കാണുന്നു. ശരിയായ ദിശയിലാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? എങ്ങനെ തോന്നുന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസാരിച്ച ആൾക്കാരല്ല ഇപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസാരിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തെളിവെടുത്ത് നോക്കിയിട്ടാണ് അവരത് നോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ടെലിവിഷനിൽ നമ്മൾ പല ആൾക്കാരും അവരുടെ പ്രശ്നങ്ങൾ, അവര് നേരിട്ട പ്രശ്നങ്ങൾ അവര് വന്ന് വളരെ സത്യസന്ധമായിട്ട് തുറന്ന് അവര് പറയുകയാണ്. അപ്പൊ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും സിനിമയിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിൽ ഒട്ടും അത്ഭുതമില്ല, എല്ലാവർക്കും അറിയാം. ഇങ്ങനെ എന്താ പറയാ, സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുന്നവരെല്ലാം ഈസിലി അവൈലബിൾ ആണെന്നും സിനിമയിൽ വന്നാൽ ഞങ്ങളുടെ ഒരു സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സേവിച്ചോണം എന്നൊക്കെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മുന്നോട്ട് വെക്കുന്നു എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതെല്ലാം ആക്ടേഴ്സിന് മാത്രമല്ല, സമസ്ത മേഖലയിലും. അതായത് പിന്നെ ഹെയർ ചെയ്യുന്ന കുട്ടികൾ തൊട്ട് കോസ്റ്റ്യൂം ചെയ്യുന്ന പിള്ളേർ തൊട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ തൊട്ട് എല്ലാവരും ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പൊ അത് പലരും പലതരത്തില് എതിർത്തും അത് പറ്റില്ല എന്ന് പറഞ്ഞും ചില സിനിമകൾ ഒഴിവാക്കിയും ചില വ്യക്തികളുമായിട്ട് വർക്ക് ചെയ്യാതെയും ഒക്കെയാണ് അവരുടെ കരിയർ ബിൽഡ് ചെയ്ത് പോകുന്നത്. സിനിമയുടെ ഒരു ഗുണം നമ്മള് ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ തരത്തിലുള്ള ആൾക്കാർ നമ്മളെ വിളിക്കില്ല, വേറെ ചില ആൾക്കാർ നമ്മളെ വിളിക്കും. എന്നിട്ട് വർക്ക് കുറവായിരിക്കും, പക്ഷെ വർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഈ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ വളരെ ഗൗരവമായി സംസാരിച്ചപ്പോൾ, അതിനെ ഗൗരവമായി എടുത്തപ്പോൾ, മുന്നേ ഈ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിരുന്ന പെൺകുട്ടികൾ, ഞാൻ മനസ്സിലാക്കുന്ന രേവതി സമ്പത്ത് അടക്കം എല്ലാ ആൾക്കാരും മുന്നേ തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. അന്ന് ഗൗരവത്തിലെടുക്കാത്ത കാര്യങ്ങൾ ഇന്ന് ചർച്ചയാവുകയും അതിന്റെ പേരിൽ മാധ്യമങ്ങൾ എടുത്ത ഒരു നിലപാട് കാരണം ഇന്ന് സമൂഹത്തിലൊരു മാറ്റം വന്നിരിക്കുകയാണ്. അത് സിനിമ എന്ന മേഖലയിലെ മാത്രം ഒരു കാര്യമായിട്ട് ഞാൻ പറയില്ല. കാരണം ഞാൻ സമാഗതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടിനെ ഇടയായിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്ത്രീ പ്രശ്നങ്ങളും ചൂഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അവിടെ റിസർച്ച് സ്കോളേഴ്സ് അടക്കം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങളത് ചൂണ്ടിക്കാട്ടി. ആ റിപ്പോർട്ടും വെളിച്ചം കണ്ടിട്ടില്ല, അതിന് ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് സമസ്ത മേഖലയിലുമാണ്. അപ്പൊ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വരുന്ന മാറ്റം സമൂഹത്തെ മുഴുവൻ മാറ്റുകയും സമൂഹത്തിലെ മറ്റ് മേഖലകളിൽ സിമിലർ ആയിട്ടുള്ള വിഷമം അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരും പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ സ്ത്രീകൾ ആരെങ്കിലും ഒരാൾ സ്വകാര്യമായ ലാഭത്തിന് വേണ്ടി ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പറയുകയാണെങ്കിൽ അതിനെതിരെയും നടപടി വേണം എന്ന് മാത്രമല്ല, അത് പുരുഷന്മാർക്ക് അവരുടെ വശം പറയാനുള്ള അവസരവും വേണം. കാരണം ഇത് നിയമത്തിന് കേസ് കൊടുക്കുന്നത്, കേസിലൂടെ മാത്രമേ ഇതിന് കാര്യങ്ങൾ പോവുള്ളൂ. എന്തായാലും സമൂഹത്തിന് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ഇടം ഉണ്ടാകാൻ ഹേമ കമ്മിറ്റിയുടെ WCCയുടെ പ്രവർത്തനങ്ങൾ, ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ, മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ശ്ലാഘനീയമാണ്. തീർച്ചയായും. ശ്രീമതി മാല പാർവതി, ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സർക്കാർ പറഞ്ഞത് നടപടി എന്നത് പരാതി ലഭിച്ചതിന് ശേഷം എന്ന കാര്യം ആവർത്തിച്ചു പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളിൽ നടപടി എടുത്തിട്ടില്ല, അതിൽ പരാതി എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അതിനുശേഷം വന്ന ചില തുറന്നു പറച്ചിലുകൾ, സധൈര്യം മുന്നോട്ട് വന്ന അനുഭവങ്ങൾ പുറത്തു പറയാൻ തയ്യാറായി വന്ന സ്ത്രീകൾ, അവരുടെ എണ്ണം കൂടി വന്നു. സർക്കാരിന് ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ടി വന്നു. ഇന്ന് 18 പരാതികൾ അവർക്ക് മുന്നിൽ കിട്ടുന്നു. അപ്പോൾ അത് നൽകുന്ന സൂചന എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്? കൂടുതൽ പേർ തുറന്നു പറയാൻ, അവർക്ക് നീതി വേണം എന്നത് ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം മാറിയിരിക്കുന്നു, അവർക്ക് ധൈര്യം ലഭിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ സിനിമാ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലയിൽ നിന്നും വരുന്നതാണ് ഞാൻ പറഞ്ഞത്. കാരണം എല്ലായിടത്തും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തിപരമായി. അതിനിട്ടല്ല, ഇനിയും ഒരുപാട് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സുരക്ഷിതമായ ഒരു ഇടം ഉണ്ടാവണമെന്ന് സ്ത്രീകളായിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്റെയും രേണുവിന്റെയും ആഗ്രഹമാണ്. അല്ലെ,
നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. നമ്മുടെ ഇനി ഒരു തലമുറ ഇതുപോലെ അയ്യോ എനിക്ക് വയ്യ, എനിക്ക് പറ്റൂല, ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ഇങ്ങനെയൊക്കെ പറയാതെ സമാധാനമായിട്ട് ഒന്ന് ജോലി ചെയ്യാൻ പറ്റും. നമ്മുടെ കഴിവ് ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ ഇടത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവകാശം നമ്മുടെ ഉണ്ട്. നമ്മൾ ഭൂമിയിൽ രണ്ടുപേരേ ഉള്ളൂ, ആണും പെണ്ണും. നമ്മൾക്ക് ലോ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ മണ്ണിൽ ചവിട്ടി നടന്ന് പോകാൻ പറ്റുമെങ്കിൽ റൈറ്റ് ടു ലിവ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ആണിന് മാത്രമല്ല പെണ്ണിനും ഉണ്ട്. റൈറ്റ് ടു വർക്ക് നമ്മുടെ അവകാശമാണ്. പക്ഷെ നമുക്ക് മാത്രം വർക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവരുടെ ഒരു കൺസെന്റ് വേണം, ഇവരുടെ ഒരു മൗനാനുവാദം വേണം, അവരുടെ ഒരു പ്രോത്സാഹനം വേണം, അവര് നമ്മളെ വളർത്തണം, ഇങ്ങനെയൊക്കെ ഗോഡ് ഫാദേഴ്സ് വേണം. ഈ ചട്ടം, അലിഖിതമായ ഈ ചട്ടം മാറി നമ്മളുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, മുന്നേറാൻ, നമുക്ക് കൂടുതൽ പഠിച്ച് നമ്മൾ ചെയ്യുന്ന തൊഴിലിടത്തിൽ ഏറ്റവും മുകളിലെത്താനുള്ള അവകാശം നമുക്ക് വേണം. അപ്പോൾ അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഒരുങ്ങിയിരിക്കുന്നു. ജനങ്ങൾ അതിനോട് സ്ത്രീകളുടെ പ്രശ്നം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു. അവര് വളരെ സൗമ്യമായ സ്ത്രീകളോട് നിങ്ങളുടെ പ്രശ്നം പറയൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ധാരാളം പേര് മുന്നോട്ട് വരും. ഇപ്പോൾ ഇതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം പോലെ സ്ത്രീകൾ വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. ഏതായാലും പരാതി നേരിട്ട് നൽകിയാൽ മാത്രം നടപടി എന്ന് പറയുമ്പോൾ അവിടെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. തുറന്നു പറയുന്നവർ പോലും ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങാൻ താല്പര്യപ്പെടുമോ എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇന്ന് 18 പരാതികളോളം ലഭിച്ചിരിക്കുന്നു എന്ന വിവരം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അത്രയും ധൈര്യപൂർവ്വം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറായി സ്ത്രീകൾ രംഗത്ത് വരുന്നു എന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇപ്പോൾ